പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. അതിൽ പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം സൈസിൻ്റെ വേരിയേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ പേര് അയോണൈസേഷൻ എൻതാൽപ്പി. എന്താണ് ഈ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? നോക്കൂ, എൻതാൽപ്പി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം എനർജി എന്നുള്ള രൂപത്തിൽ പഠിച്ചാൽ മതി. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്. എനർജി ചേഞ്ചൊക്കെ നമ്മൾ അങ്ങനെ പറയാം. നമുക്ക് തെർമോഡൈനാമിക്സിൽ വിശദമായിട്ട് വരാനുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ലിഥിയം എന്നുള്ള ആറ്റം, ന്യൂക്ലിയസിൽ 3 പ്രോട്ടോൺ ഉണ്ട്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണും എൽ ഷെല്ലിൽ 1 ഇലക്ട്രോണും. ഈ ഇലക്ട്രോണും ഈ പ്രോട്ടോണും തമ്മിൽ നല്ല അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ ഒരു എക്സ്ട്രാ എനർജി കൊടുത്താൽ ഈ ഇലക്ട്രോണിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഈ ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കാൻ നമ്മൾ കൊടുക്കേണ്ട മിനിമം എനർജിയെ പറയുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി. ഓക്കെ, അപ്പോൾ എന്താ അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കണം. ഐസൊലേറ്റഡ് ആയിരിക്കണം, ഗേഷ്യസ് ആറ്റായിരിക്കണം. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കാനുള്ള ആ മിനിമം എനർജിയെ പറയുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഡെൽറ്റ എച്ച് ഐ എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ. അയോണൈസേഷൻ എൻതാൽപ്പി, എൻതാൽപ്പി എന്നുള്ളതിന് എച്ച്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ചിനെ കാണിക്കാൻ. നോക്കൂ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് an isolated gaseous atom in the ground state. എന്തൊക്കെ പറഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കാനാണ്. പിന്നെ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം, ഇപ്പുറത്ത് വേറെ ആറ്റംസ് വന്നിട്ട് അതിൻ്റെ ഇഫക്റ്റ് ഇതിനുണ്ടാവരുത്. ഐസൊലേറ്റഡ് ആയിരിക്കണം, ഗേഷ്യസ് ആറ്റായിരിക്കണം. അതിനുള്ള എനർജിയെ, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. എനർജി കുറവുള്ള സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അന്നേരം ഒരു ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എനർജിയെ പറയുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഡെഫിനിഷൻ കാണാതെ പഠിക്കണം. ഇറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് എന്നുള്ളത് ഗ്യാസ്, ഇത് എനർജി കൊടുത്തപ്പോൾ എക്സ് പ്ലസ് ഗ്യാസ് അയോണായി മാറി പ്ലസ് ഇലക്ട്രോൺ. നമ്മൾ അതിന് കൊടുക്കുന്ന എനർജിയാണ് ഡെൽറ്റ എച്ച് ഐ, അയോണൈസേഷൻ എൻതാൽപ്പി. അതിൻ്റെ യൂണിറ്റ് എന്താ? കിലോ ജൂൾ പെർ മോളിൽ പറയാം, അല്ലെങ്കിൽ ജൂൾ പെർ മോളിൽ പറയാം. ഇനി ഈ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ചില കാര്യങ്ങൾ, ന്യൂട്രൽ ആറ്റത്തു നിന്നാണ് നമ്മൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇതാണ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി റെപ്രസെന്റ് ചെയ്യുന്നത്. ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ ന്യൂട്രൽ ആറ്റം ഈസ് കോൾഡ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. എന്താ അങ്ങനെ പറയാൻ കാരണം? അടുത്ത ഡെഫിനിഷൻ നോക്കൂ. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളതുണ്ട്. അതെന്താ? ഒരു മോണോ അല്ലെങ്കിൽ യൂണി പോസിറ്റീവ് അയോണിന്, ഈ അയോണിന്റെ ഇപ്പൊ ഈ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവിടെ 3 പ്രോട്ടോണും 2 ഇലക്ട്രോണും, ഇനി ഇയാൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പിടിച്ച് പുറത്താക്കാനുള്ളതാണ് സെക്കൻഡ് അയണൈസേഷൻ. അപ്പൊ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയിൽ എക്സ് 2+ ഗ്യാസ് ആയിട്ട് മാറും പ്ലസ് ഇലക്ട്രോൺ. അതാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി, ഡെൽറ്റ എച്ച് ഐ 2. അടുത്തത് പറയാം തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനിയും അവിടെ നോക്കിയേക്ക്, എനർജി നമ്മൾ ഈ ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കണമെങ്കിൽ എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്നാണ്. നോക്കിയേ, എനർജി ഈസ് ഓൾവേസ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. സോ അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് പോസിറ്റീവ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ ഇനി പഠിക്കും, ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് കിട്ടുന്നതൊക്കെ പോസിറ്റീവും കൊടുക്കുന്നതൊക്കെ നെഗറ്റീവും ആണ്. അപ്പോൾ ആ സിസ്റ്റത്തിന് അങ്ങോട്ട് എനർജി കിട്ടിയെങ്കിലേ അയാൾ ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കൂ. അങ്ങനെ അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രോണിനെ കിട്ടിയാലേ ഇയാൾ പുറത്താക്കുള്ളൂ. അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ച് അയണൈസേഷൻ എൻതാൽപ്പി പോസിറ്റീവാണ്. എങ്ങനെയായാലും അയണൈസേഷൻ എൻതാൽപ്പി എന്തേ വരുള്ളൂ? പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. എനർജി ഈസ് ഓൾവേസ് റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ from an atom or then ion. So ionization enthalpy എപ്പോഴും എന്തേ വരുള്ളൂ? പോസിറ്റീവേ വരുള്ളൂ. അപ്പോൾ ഇയാൾ എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ്, അത് ഇവിടെ വരൂലല്ലോ. അയണൈസേഷൻ എൻതാൽപ്പിയിൽ അങ്ങനെ വരൂല, ഓൾവേസ് പോസിറ്റീവേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയാണോ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയോ കൂടുതൽ ഉണ്ടാവുക? അപ്പോൾ നോക്കിയേക്ക്, ലിഥിയത്തിൻ്റെ കേസിൽ 3 പ്രോട്ടോൺ 3 ഇലക്ട്രോൺ ഉണ്ട്. ഈ കേസിൽ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ഇതിനെ പിടിച്ച് പുറത്താക്കാൻ എനർജി വേണം, ഫസ്റ്റ്
അയണൈസേഷൻ എന്താൽപ്പി. പക്ഷേ ഈ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ 3 പ്രോട്ടോൺ 2 ഇലക്ട്രോണിനെ പിടിച്ചു വെച്ചതാണ് ലിഥിയം പ്ലസ്. ഇവിടെ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും. അവിടുന്ന് ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കണമെങ്കിൽ കുറച്ചുകൂടി എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പൊ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിയേക്കാളും കൂടുതലാണ്. ഇനി അതും പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോണും ഈ ന്യൂക്ലിയസും തമ്മിൽ അട്രാക്ഷൻ പിന്നെയും കൂടൂലേ. അപ്പൊ തേർഡ് അയണൈസേഷൻ എന്താൽപ്പി എപ്പോഴും സെക്കൻഡിനേക്കാളും എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഈസ് ഓൾവേസ് ഹയർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ് ചാർജ്ഡ് അയോൺ ദാൻ ഫ്രം എ ന്യൂട്രൽ ആറ്റം. ന്യൂട്രൽ ആറ്റത്തിനേക്കാളും ബുദ്ധിമുട്ടാണ് പോസിറ്റീവ് അയോൺ ഇലക്ട്രോണിനെ പിടിച്ച് പുറത്താക്കാൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെൽറ്റ എച്ച് IH ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ലെസ് ദാൻ ഡെൽറ്റ IH2 സെക്കൻഡ് അയണൈസേഷൻ വിച്ച് ഈസ് ലെസ് ദാൻ തേർഡ് അയണൈസേഷൻ എന്താൽപ്പി എക്സെട്ര. ക്ലിയർ അല്ലേ? ഇത് നോക്കൂ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. സിമിലർലി തേർഡ് അയണൈസേഷൻ എന്താൽപ്പി ഈസ് ഹയർ ദാൻ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ആൻഡ് സോ ഓൺ. നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. ഇനി as the ease of removal of electron increases അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. എന്താണ് അയണൈസേഷൻ എന്താൽപ്പിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് കാണാതെ പഠിച്ചേക്കുക. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അയണൈസേഷൻ എന്താൽപ്പി പറഞ്ഞാൽ ഏതാണ് കൂടുതൽ വാല്യൂ വരിക എന്നുള്ളതും പഠിച്ചേക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ശ്രദ്ധിച്ചോണം അയണൈസേഷൻ എന്താൽപ്പിയുടെ ഡെഫിനിഷന്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് ഈ അയണൈസേഷൻ എന്താൽപ്പിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ്. ഒന്ന് അറ്റോമിക് സൈസ്. നമുക്കറിയാം സൈസ് കൂടുമ്പോൾ ഇഫക്റ്റീവ് അട്രാക്ഷൻ കുറയും. അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ സൈസ് കുറയുമ്പോഴോ സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കൂടും. നോക്കൂ, ഗ്രേറ്റർ ദ അറ്റോമിക് സൈസ് സ്മോളർ വിൽ ബി അയണൈസേഷൻ എന്താൽപ്പി. അട്രാക്ഷൻ കുറയുന്നോണ്ടാ. പിന്നെ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും, അയണൈസേഷൻ എന്താൽപ്പി കൂടുതലായിരിക്കും. ദ വാല്യൂ ഓഫ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ് വിത്ത് ന്യൂക്ലിയർ ചാർജ്. ഇനി മൂന്നാമത്തെ ഷീൽഡിംഗ് ഇഫക്റ്റ്. എന്താ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ എക്സ്ട്രാ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടും തോറും ഔട്ടർ ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കുറയും. അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കുറയും എന്നാണ്. ആസ് ദ ഷീൽഡിംഗ് ഇഫക്റ്റ് ഇൻക്രീസസ് ഇലക്ട്രോൺ ക്യാൻ ഈസിലി ബി റിമൂവ്ഡ് ആൻഡ് സോ ദ അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസസ്. ഇനി അടുത്തത് പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ. അതിനൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആ കേസിൽ അയണൈസേഷൻ എന്താൽപ്പി കൂടുതലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാ ഫാക്ടേഴ്സ്? ഒന്ന് അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കുറയും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കൂടും. പിന്നെ ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും? കുറയും. അതേപോലെ ലാസ്റ്റ് ഫാക്ടർ ഏതായിരുന്നു? ഹാഫ് ഫിൽഡ് അതേപോലെ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും? കൂടും. ഇതല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചേക്കാം. അടുത്തത് വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എന്താൽപ്പി അലോങ് എ പീരിയഡ്. ഒരു പീരിയഡിൽ എന്താണ്, സെക്കൻഡ് പീരിയഡിൽ എന്താണ് അയണൈസേഷൻ എന്താൽപ്പിയുടെ ട്രെൻഡ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ലിഥിയം നമുക്കറിയാവുന്ന പൊതുവിൽ പറയാൻ പറ്റിയത് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും അറ്റോമിക് സൈസ് കുറയുന്നുണ്ട്. ഇവിടെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? അയണൈസേഷൻ എന്താൽപ്പി കൂടണം. അങ്ങനല്ലേ വേണ്ടത്? എങ്ങനെ പറഞ്ഞത്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും. എന്താ കാരണം? എന്താണ്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് സൈസ് ഡിക്രീസസ് ആൻഡ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, ഹെൻസ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്. ഓക്കെ, അതല്ലേ ആ ട്രെൻഡ്. പക്ഷെ അതിൽ ചെറിയ ചില വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ലാസ്റ്റ് ബെർലിയത്തിന് 899 ആണെങ്കിൽ ബോറോണിന് കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ 801 ആണ്. ബെർലിയം കഴിഞ്ഞിട്ട് ബോറോൺ. പക്ഷെ നൈട്രജന് 1402 ആണെങ്കിൽ ഓക്സിജന് കുറവാണ്, 1314 വരുന്നുള്ളൂ. രണ്ട് അനോമലസ് ട്രെൻഡ് നോക്കി ഒഴിച്ചു നിർത്തിയാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു? അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? along a period ionization enthalpy increases from left to right. This is because the decrease in atomic radius and increase in nuclear charge. Thus alkali metals have least ionization enthalpy and noble gases have
മോസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ആൽക്കലി മെറ്റൽസിനാണ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവ്, നോബിൾ ഗ്യാസിനായിരിക്കും അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ. ഡൗട്ട് ഒന്നുമില്ലല്ലോ അത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള നമുക്ക് വായിക്കാം. നോക്കാം അടുത്തത്. വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ ലിഥിയം, ദെൻ അടുത്ത സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഓക്കെ, ഈ ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എലമെന്റ്സിന് നിങ്ങൾക്കറിയാം താഴേക്ക് വരുംതോറും സൈസ് കൂടുന്നുണ്ട്, ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ദെൻ അത് കാരണം അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? കുറയും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ദെൻ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്, ഓൺ മൂവിംഗ് ഡൗൺ ഇൻ എ ഗ്രൂപ്പ്, then okay, അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. ലിഥിയത്തിന് 520 ആണ്, സോഡിയം 496 ആണ്, പൊട്ടാസ്യം 419 ആണ്. സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഹെൻസ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. നോക്കൂ, ഡൗൺ എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് ഇഫക്റ്റ്. ക്ലിയർ അല്ലേ? അത് ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. എന്താ റീസൺ? എന്താണ്? ഡ്യൂ ടു ഡിക്രീസ് ഇൻ സൈസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് ആണെങ്കിൽ, ഓൺ മൂവിംഗ് ഡൗൺ ഇൻ എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യാൻ കാരണം സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അത് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ ഷീൽഡിംഗ് ഇഫക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. ദ എമംഗ് ആൽക്കലി മെറ്റൽ ലിഥിയം ഹാസ് മോസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഫ്രാൻസിയം ഹാസ് ലീസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ക്ലിയർ അല്ലേ ഈ കാര്യങ്ങൾ? നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി പഠിച്ചപ്പോൾ ഓൺ മൂവിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ രണ്ട് ചെറിയ അനോമലസ് ബിഹേവിയർ. ഒന്ന്, ബെർലിയം ആൻഡ് ബോറോൺ. ബെർലിയത്തിനേക്കാളും കൂടുതലാണ് ബോറോൺ വേണ്ടത്, പക്ഷെ ബെർലിയത്തിനേക്കാളും കൂടുതലാണ് ബോറോൺ, പക്ഷെ ബെർലിയത്തിനാണ് മാക്സിമം വാല്യൂ വന്നത്. ഒരു അനോമലസ് ബിഹേവിയർ. രണ്ടാമത്, നൈട്രജനും ഓക്സിജനും നോക്കുമ്പോൾ ഓക്സിജനാണ് കൂടുതൽ വേണ്ടത് പഠിക്കുന്നത് നോക്കിയാൽ, പക്ഷെ അങ്ങനല്ല, നൈട്രജനാണ് കൂടുതൽ വന്നത്. ഈ രണ്ട് അനോമലസ് ബിഹേവിയർ ഇത് നമുക്ക് പഠിക്കണം. എന്തൊക്കെ നോക്കൂ. ബെർലിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 ആണ്, 4 അറ്റോമിക് നമ്പർ. ബോറോണിന് 1s2 2s2 2p1 ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇവിടെ നോക്കൂ, നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം. ബെർലിയത്തിന്റെ കേസിൽ 1s2 2s2, ദെൻ ഇത് 2s കോൺഫിഗറേഷൻ ആണ്, അത് ഫുള്ളി ഫിൽഡ് ആണ് ആ എസ് ഓർബിറ്റൽ. അപ്പോൾ അതിന് അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു പറയാം. ഒന്നുകിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇവിടെ 2s എന്നാണ് ഇലക്ട്രോൺ പോകേണ്ടത്, ഇവിടെ 2p എന്നാണ് ഇലക്ട്രോൺ പോകേണ്ടത്. എസ് ഓർബിറ്റൽസ് ന്യൂക്ലിയസിന്റെ അടുത്താണ്, കൂടുതൽ ന്യൂക്ലിയസിലേക്ക് പെനട്രേറ്റഡ് ആണ്, കൂടുതൽ ന്യൂക്ലിയസിലേക്ക് പെനട്രേറ്റഡ് ആണ്. ഇവിടെ 2p ഇലക്ട്രോൺ അത്രത്തോളം പെനട്രേറ്റഡ് അല്ല. അതേപോലെ ഇവിടെ 2s ആ ഇലക്ട്രോണിന്റെ അട്രാക്ഷനെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷനെ വാങ്ങുന്നുണ്ട്, കുറച്ച് ഷീൽഡിംഗ് ഇഫക്റ്റും ഉണ്ട്. ഇത് കാരണം ഇവിടെ 2s ഇലക്ട്രോൺ റിമൂവൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് ദാൻ 2p-യേക്കാളും. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ബെർലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. ഇവിടുന്ന് 2s എന്നാണ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ടത്, ഇവിടെ 2p എന്നാണ്. അത് കാരണം 2s മോർ പെനട്രേറ്റഡ് ടു ദി ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു. ഈ രണ്ട് റീസൺ വെച്ചിട്ട് നമുക്ക് പറയാം ഇത് ഫുള്ളി ഫിൽഡ് ആണ്, അതേപോലെ മോർ പെനട്രേറ്റഡ് ടു ദി ന്യൂക്ലിയസ് ആണ് 2s. അപ്പോൾ 2s ഇലക്ട്രോൺ റിമൂവൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്. ദസ് ബെർലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ ഇത്? ഇനി അടുത്തത്, നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. 2pയിൽ 3 ഇലക്ട്രോൺ, ഇത് ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഒരു പ്രത്യേക സ്റ്റെബിലിറ്റി ഉണ്ട് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന്. അത് കാരണം നൈട്രജന്റെ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. എന്താ റീസൺ? എന്താണ്? നൈട്രജന്റെ കേസിൽ അതിന് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉണ്ട്. വായിച്ചു നോക്ക്, എന്താ എഴുതിയ, എന്താ നോക്കൂ. The second period of modern periodic table, first ionization enthalpy of boron is slightly less than that of beryllium. This is because of the completely filled orbitals in beryllium. 1s2 2s അങ്ങനെ പറയാം. പിന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞു 2s ഓർബിറ്റൽസ് മോർ പെനട്രേറ്റഡ് ടു ദി ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അത് ഇലക്ട്രോണിന്റെ റിമൂവൽ ഡിഫിക്കൽട്ട് ആണ്. വേറൊന്ന്, ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. എന്താ കൊടുത്തെന്താണ്? ദിസ് ഈസ് ബിക്കോസ് നൈട്രജൻ ഹാസ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ പറഞ്ഞില്ലേ ഹാഫ് ഫിൽഡ്, which is more stable and so more energy is required to remove an electron. So ഇതാണ് നമ്മൾ എക്സെപ്ഷണൽ ആയിട്ട് രണ്ട് പോയിന്റ്സ് പഠിച്ചത്, ബെർലിയം ബോറോണിന്റെ കേസ്, അതേപോലെ നൈട്രജൻ ഓക്സിജന്റെ കേസ്. അപ്പം നോക്കിയേക്ക്, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് അയണൈസേഷൻ എൻതാൽപ്പി എന്താന്നുള്ളതാണ്, അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക. ഒപ്പം സെക്കൻഡ് തേർഡ് ഒക്കെ അയണൈസേഷൻ എൻതാൽപ്പി വന്നുള്ള വേരിയേഷൻ പഠിക്കുക. പിന്നെ ഒരു പീരിയഡിലും ഒരു ഗ്രൂപ്പിലും എന്താണ് അതിന്റെ ട്രെൻഡ്, അതിന്റെ റീസൺ എന്താന്ന് പഠിച്ചേക്കുക. ഒപ്പം അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് എക്സെപ്ഷണൽ ബിഹേവിയർ, ബെർലിയം ബോറോൺ അതേപോലെ നൈട്രജന്റെ എക്സെപ്ഷണൽ വാല്യൂസിന് കാരണം എന്താ പറഞ്ഞ് ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി
സ്റ്റെബിലിറ്റി. എക്സാമിന് സ്ഥിരം വരുന്നതാണ്, ശ്രദ്ധിച്ചോണം. നോക്കൂ, നമ്മൾ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കൂടി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ വെച്ചാൽ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എലമെന്റ്സിനെ നോക്കുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി നോക്കൂ, ഹൈഡ്രജന് പിന്നെ ഹീലിയത്തിന് കൂടുതൽ, ലിഥിയം ആകുമ്പോൾ കുറയുന്നു, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ പോയിട്ട് ഫ്ലൂറിൻ ഒക്കെ നിയോൺ, പിന്നെ അടുത്ത സോഡിയം ആകുമ്പോൾ വീണ്ടും കുറയുന്നു. ആ എല്ലാ എലമെന്റ്സിനും ഇതേപോലെ നമ്മൾ സീഷ്യം വരെ കുറേ എലമെന്റ്സ് നമ്മൾ ഒന്നിച്ച് അറേഞ്ച് ചെയ്തതാണ്. ഒന്ന് നോക്കിയാൽ മതി ഈ കാര്യം. ഈ ഗ്രാഫ് കൂടി ഒന്ന് ഇതിപ്പോൾ എന്താ അത്രയേ ഉള്ളൂ. അറ്റോമിക് നമ്പർ നമ്മളിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറയാൻ പറ്റുക? ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എന്താൽപ്പി കൂടുന്നു, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ കുറയുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, മനസ്സിലാക്കിയേക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റിന്, ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് സോഡിയം ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് മെഗ്നീഷ്യം ബട്ട് ഇറ്റ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് മെഗ്നീഷ്യം, എക്സ്പ്ലെയിൻ. നോക്ക് എന്താ പറഞ്ഞാൽ എന്താ, സോഡിയം ഉണ്ട് അറ്റോമിക് നമ്പർ 11 ആണ്, അത് കഴിഞ്ഞിട്ടാണ് മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇവിടെ കൂടുന്നുണ്ട്. സോ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ സൈസ് എന്ത് ചെയ്യും? കുറയും. സൈസ് കുറയുന്നത് കൊണ്ട് അട്രാക്ഷൻ കൂടും ചെയ്യൂലേ. സൈസ് കുറയും, അയണൈസേഷൻ എന്താൽപ്പി അപ്പോൾ കൂടും. സൈസ് കുറയുന്നു, അട്രാക്ഷൻ കൂടുന്നു, അയണൈസേഷൻ എന്താൽപ്പി മെഗ്നീഷ്യത്തിന് കൂടുതലാണ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, നമ്മൾ പറഞ്ഞ ട്രെൻഡ് തന്നെയാണ്. ഇവിടെ 281 എന്നാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇവിടെ 282 എന്നാണ്. എങ്ങനെ എഴുതിയത്? ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് സോഡിയം എന്തായാലും മെഗ്നീഷ്യത്തിനേക്കാളും കുറവാണ്. എന്താ റീസൺ? എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് എങ്ങനെ പറഞ്ഞത്? എന്താണ് മെഗ്നീഷ്യത്തിന്റെ സൈസ് സോഡിയത്തിനേക്കാളും കുറവാണ്, ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, അട്രാക്ഷൻ കൂടുതലാണ്. സോ അതിന്റെ അയണൈസേഷൻ എന്താൽപ്പി മെഗ്നീഷ്യത്തിന്റെ കൂടുതലായിരിക്കും സോഡിയത്തിനേക്കാളും. പക്ഷേ ഇനി അടുത്തത് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി, സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ നിയോണിന്റെ കോൺഫിഗറേഷൻ പിന്നെ ഏതാണ്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1s2 2s2 2p6 3s1 ആണ്. മെഗ്നീഷ്യത്തിനാണെങ്കിൽ 1s2 2s2 2p6 3s2 ആണ്. ഇനി ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി കഴിഞ്ഞ് ഈ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഈ 3s1 ഇലക്ട്രോൺ പോയി, പിന്നെ ഇതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണുള്ളത്, സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. ഇവിടെ ആണെങ്കിൽ ഇയാൾക്കൊരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 3s1 അങ്ങനെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണോ ഉള്ളത്? അപ്പോൾ ഈ കേസിൽ സോഡിയത്തിന്റെ കേസിൽ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ Na+ അയോണിന് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ട്, പിന്നെ അവിടുന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് സോഡിയം ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് മെഗ്നീഷ്യം. ക്ലിയർ അല്ലേ? ഇത് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി സോഡിയത്തിന്റെ കുറവാണ്, പക്ഷെ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി സോഡിയത്തിന്റെ എന്താണ്? കൂടുതലാണ്. നോക്കൂ, ആഫ്റ്റർ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ സോഡിയം ഗെറ്റ് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അത് കാരണം സോ ഇറ്റ് ഹാസ് ഫസ്റ്റ് ലോവർ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ആൻഡ് ഹയർ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി. ക്ലിയർ അല്ലേ ആ പറഞ്ഞ കാര്യം? നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് അയണൈസേഷൻ എന്താൽപ്പി എന്താണ്, അതൊരു പീരിയഡിൽ എന്താണ് അതിൻ്റെ ട്രെൻഡ്, ഒരു ഗ്രൂപ്പിൽ എന്താണ് അതിൻ്റെ ട്രെൻഡ്, ദെൻ എക്സെപ്ഷണൽ ആയിട്ട് എന്തൊക്കെ വാല്യൂസിലുള്ള വ്യത്യാസങ്ങൾ, ഇതാണ് നമ്മൾ പഠിച്ചത്. ഈ ഗ്രാഫ് 3 ഗ്രാഫുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 ഗ്രാഫ് നന്നായിട്ട് പഠിച്ചേക്കുക. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ സോഡിയവും മെഗ്നീഷ്യം വെച്ചിട്ട് അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും അയണൈസേഷൻ എന്താൽപ്പിയുടെ കമ്പാരിസൺ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചേക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.